കോഴിക്കോട് ജില്ലയിലുടനീളം അതിശക്തമായ മഴയാണ്. പുലർച്ചെ മുതൽ തന്നെ നഗരത്തിലാണെങ്കിലും മലയോര മേഖലയിലാണെങ്കിലും എല്ലായിടങ്ങളിലും ശക്തമായ മഴ പെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഇപ്പോൾ കോഴിക്കോട് KSRTC ടെർമിനലിന് മുൻപിൽ നിന്നുള്ള അവസ്ഥയാണ്. വെള്ളക്കെട്ടാണ് രൂപപ്പെട്ടിട്ടുള്ളത്. പുലർച്ചെ മുതൽ തന്നെ ശക്തമായ മഴ പെയ്ത് ഇതിലധികം വെള്ളം ഇവിടെ ഉണ്ടായിരുന്നു. ഏതായാലിപ്പോൾ വെള്ളം കുറച്ച് ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളത് ആശ്വാസമാണ്. വെള്ളക്കെട്ടുണ്ടെങ്കിലും വാഹനങ്ങൾ കടന്നു പോകുന്നതിന് ഗതാഗതത്തിനൊന്നും തന്നെ തടസ്സമില്ല എന്നുള്ളതും വളരെ ആശ്വാസകരമായ കാര്യം തന്നെയാണ്. ഒപ്പം തന്നെ നഗരത്തിലെ മറ്റു താഴ്ന്ന സ്ഥലങ്ങളിലേക്ക്, പ്രത്യേകിച്ച് സ്റ്റേഡിയം ജംഗ്ഷൻ, സെൻട്രൽ മാർക്കറ്റിന് മുൻവശമുള്ള റോഡ് എന്നിവിടങ്ങളിലെല്ലാം തന്നെ വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുണ്ട്. മുട്ടോളം വെള്ളമുണ്ട് സെൻട്രൽ മാർക്കറ്റിന് മുൻപിൽ. ആ സ്ഥലങ്ങളിൽ, താഴ്ന്ന പ്രദേശങ്ങളിലൂടെയൊക്കെയുള്ള യാത്ര വലിയ പ്രയാസമായിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഈ പ്രധാനപ്പെട്ട ഇവിടെ വാഹനങ്ങൾ കടന്നു പോകുന്നതിന്, ചെറുവാഹനങ്ങളൊക്കെ ആണെങ്കിലും പോകുന്നതിന് വലിയ പ്രയാസമില്ല എന്നുള്ളത് ആശ്വാസകരമായി തന്നെ. ടെർമിനലിന് സമീപത്തെ വെള്ളക്കെട്ട് ബസ്സുകൾ വരാനും പോകാനും ഒക്കെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടോ? അങ്ങോട്ടേക്ക് വരുന്ന യാത്രക്കാരെ അതെങ്ങനെ ബാധിക്കുന്നു രാഹുൽ? അതായത് നിലവിൽ ഗതാഗത തടസ്സമോ അല്ലെങ്കിൽ ആളുകൾക്ക് കടന്നു പോകുന്നതിനോ വലിയ പ്രയാസം ഉണ്ടായിട്ടില്ല. ഇപ്പോൾ വെള്ളം ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളത് ആശ്വാസകരമായ കാര്യമാണ്. കാരണം ഒരു 6:30 സമയത്തിന് ഇവിടെ സമീപത്തുള്ള കടകളിലേക്കടക്കം വെള്ളം കയറിയിരുന്നു. അത് വ്യാപാരികളെ സംബന്ധിച്ച് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കി. പിന്നീട് കഴിഞ്ഞ മണിക്കൂറിനെ അപേക്ഷിച്ച് മഴയുടെ ശക്തി കുറച്ച് കുറഞ്ഞു എന്നുള്ളത് കൊണ്ട് വെള്ളം ഇറങ്ങി തുടങ്ങുകയും ചെയ്തിട്ടുണ്ട്. അതിനാൽ തന്നെ ഇവിടെ വെള്ളം കുറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഇരുചക്ര വാഹനങ്ങളാണെങ്കിലും കടന്നു പോകുന്നതിന് പ്രയാസമില്ല. ഇതേ സ്ഥിതി തന്നെയാണ്. പറഞ്ഞ പോലെ സെൻട്രൽ മാർക്കറ്റിന് മുൻപിൽ കുറച്ചും കൂടെ അധികം വെള്ളമുണ്ട്. സ്റ്റേഡിയം ജംഗ്ഷനിൽ വെള്ളക്കെട്ടുണ്ട്. അവിടെ ഇരുചക്ര വാഹനങ്ങൾക്കടക്കം ചെറിയ പ്രയാസം നേരിടുന്നുണ്ട് എന്നുള്ളതാണ്. ഏതായാലും കഴിഞ്ഞ മണിക്കൂറിനെ അപേക്ഷിച്ച് മഴ കുറഞ്ഞു നിൽക്കുന്നു എന്നുള്ളത് ഒരു ആശ്വാസകരമായ കാര്യമായി നമുക്ക് പറയാൻ കഴിയും. എങ്കിലും മാനം കുറച്ചുപോലും തെളിഞ്ഞിട്ടില്ല. ഇരുണ്ട് മൂടിക്കെട്ടി നിൽക്കുന്ന അവസ്ഥയാണ്. ഇപ്പോൾ വേണമെങ്കിലും അതിശക്തമായ മഴ പെയ്യാം എന്നുള്ളതാണ് സാഹചര്യം എന്ന് പറയുന്നത്. നമുക്ക് ആളുകളുടെ പ്രതികരണം. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയോ മറ്റോ പ്രഖ്യാപിച്ചിട്ടുണ്ടോ ഇന്ന്? ഇല്ല, ഓറഞ്ച് അലേർട്ടാണ് നേരത്തെ തന്നെ പ്രഖ്യാപിച്ചത്. അതുകൊണ്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയൊന്നും തന്നെ നൽകിയിട്ടില്ല. റെഡ് അലേർട്ട് ഉണ്ടാകുന്ന സാഹചര്യത്തിൽ, ചുവന്ന മഴ മുന്നറിയിപ്പ് ഉണ്ടാകുമ്പോഴാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നേരത്തെ തന്നെ മുൻകൂട്ടി അവധി പ്രഖ്യാപിക്കാറ്. ഓറഞ്ച് അലേർട്ട് ആയതുകൊണ്ട് കോഴിക്കോട്, കണ്ണൂർ, വയനാട് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട് ആയതുകൊണ്ട് നിലവിലേതായാലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയൊന്നും നൽകിയിട്ടില്ല. പുലർച്ചെ മുതലാണ് ഇതുവിധത്തിൽ അതിശക്തമായ മഴ പെയ്തു തുടങ്ങിയതും. ഞായർ, ശനി, ഇന്നലെയും മിനിഞ്ഞാന്നും ജില്ലയിൽ കാര്യമായ മഴ ഉണ്ടാവുകയും ചെയ്തിരുന്നില്ല. എന്തായാലും ഇങ്ങോട്ടേക്ക് പിന്നീട് അതിശക്തമായ മഴ പെയ്യുകയും താഴ്ന്ന മേഖലയിൽ വെള്ളം കയറുകയും ഒക്കെ തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. മഴ എങ്ങനെയുണ്ട്? നല്ല അടിപൊളി മഴ തന്നെ, ഫുള്ള് മഴ, വെള്ളം കൊണ്ട് തന്നെ. അങ്ങോട്ട് കേരളത്തിൽ മൊത്തത്തിൽ കേരളത്തിലെല്ലാം മഴ തന്നെ. ഇല്ല, കടയിൽ കയറിയിട്ടില്ല. പുറത്ത് മാത്രം അവസ്ഥ മൊത്തം എല്ലാം കുറച്ച് കുറഞ്ഞു അല്ലേ വെള്ളം? ഇപ്പോൾ കുറച്ച് കുറവുണ്ട്. രാവിലെയൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പം കുറച്ച് കുറഞ്ഞു. അകത്തേക്ക് കയറുന്ന സ്ഥിതി ഉണ്ടായോ? ഇല്ല, അകത്ത് കയറുന്ന നമ്മളിങ്ങനെ ഇവിടെ കെട്ടി വെച്ചിട്ടില്ലേ, വെള്ളം സാധാരണ കയറുന്നതാണ്. അതുകൊണ്ടാണ് നമ്മൾ ഉയർത്തിയത്, പൊതിച്ചത്. എല്ലാ കടകളിൽ നിന്ന് പൊതിച്ചുള്ളത് വെള്ളം കയറുന്നുണ്ട്. അല്ലാണ്ട് വെള്ളം ഉള്ളിൽ കയറും. നമ്മളെ കടയിലുള്ള പിന്നെ കച്ചവടം എല്ലാം കാര്യം പോക്കായിരിക്കും. കുറച്ച് കുറഞ്ഞിട്ടില്ലേ വെള്ളക്കെട്ട്? ഇപ്പോൾ രാത്രി വെള്ളം കുറവുണ്ട്. ഞാനിപ്പോൾ ഡ്യൂട്ടിക്ക് ഫസ്റ്റ് വരുന്നതാണ്. രാത്രി വെള്ളം കുറവുണ്ട്. രാവിലെ വെള്ളം ഉണ്ടായിരുന്നു, നല്ല വെള്ളം ഉണ്ടായിരുന്നു. വെള്ളം കുറച്ച് കുറവുണ്ട്. വീടിൻ്റെ ഭാഗത്തൊക്കെ എന്താ അവസ്ഥ? നാട്ടിലൊക്കെ ഇത് തന്നെ, എല്ലാവരും ഇത് തന്നെ. റോഡിൻ്റെ പ്രശ്നം ഒരുപാട്. വെള്ളത്തിനുമായത് ഫുള്ള് വെള്ളത്തിന് കേരളത്തിലാണ് മൊത്തം മഴ തന്നെ. ഞാൻ വടകര വരുന്നത്, വടകര നിങ്ങളും ഇതുവരെ മഴ തന്നെ, ഒരേ ലെവലിൽ. രാവിലെ നനഞ്ഞ് അല്ലേ? എല്ലാവരും ഓട്ടത്തിൽ തന്നെ. തിങ്കളാഴ്ച ദിവസവും ഫസ്റ്റ് ദിവസവും. കച്ചവടത്തെ ബാധിക്കുമോ? കച്ചവടത്തിൻ്റെ കുറച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും. ആളിന്ന് ഇറങ്ങൽ കുറവായിരിക്കില്ല, പൊതുവിൽ ആൾ കുറവായിരിക്കുമല്ലോ ഇന്ന്. കാരണം എന്ന് പറഞ്ഞാൽ പിന്നെ ഈ മഴ, എല്ലാവരുടെയും മഴ ഉള്ളതുകൊണ്ട് ആൾ കുറവായിരിക്കും. എല്ലാ കുറവും കച്ചവടത്തിനും ഉണ്ടാവും മൊത്തത്തിൽ. കാരണം കച്ചവടം ഉണ്ടാകുന്നത് രാവിലെയാണ്, തിങ്കളാഴ്ചയാണ്, ആൾക്കാർ ഇറങ്ങേണ്ട ദിവസമാണ്. അതിൻ്റെ എല്ലാ കുറവും ഇന്ന് ഉണ്ടാവും. മഴക്കാലം കൊണ്ട് മൊത്തത്തിൽ കുറവ് തന്നെയായിരിക്കും. അതല്ല, ഈ കടയിലേക്ക് വെള്ളം കയറിയിട്ടില്ല. ഇതിനപ്പുറത്തെ ഹോട്ടലിലേക്കടക്കം രാവിലെ വെള്ളം കയറിയിരുന്നു. അത് ഇറങ്ങിപ്പോവുകയും ചെയ്തിട്ടുണ്ട്. ഏറെ പാടുപെട്ട് രാഹുലിലേക്ക് മടങ്ങി വരാം. അതിശക്തമായ മഴയാണ് കോഴിക്കോടുള്ളത്. KSRTC ടെർമിനലിന് സമീപത്തടക്കം വെള്ളക്കെട്ട് രൂപപ്പെട്ടത് നേരിയ തോതിൽ ബുദ്ധിമുട്ടും ഉണ്ടാക്കിയിട്ടുണ്ട്.